ഹലോ, വെൽക്കം ടു എഫ് ജി ട്രേഡർ. അപ്പോൾ ഇന്ന് നമുക്ക് ഏകദേശം 2.5K പ്രോഫിറ്റാണ്. ചെറിയൊരു ക്യാപിറ്റൽ തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. യൂസ് ചെയ്തത് അത്ര തന്നെ ഉള്ളൂ. ഏകദേശം അറൗണ്ട് 6Kൻ്റെ അടുത്ത് തന്നെ യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണത് നമുക്ക് ഏകദേശം ഒരു 15K അല്ലെങ്കിൽ 20Kൻ്റെ അടുത്താണ് നമ്മളെപ്പോഴും യൂസ് ചെയ്യുക. പക്ഷേ ഇന്ന് ഞാൻ അത്ര ചെറുതായിട്ട് തന്നെ മോർണിംഗ് തന്നെ എടുത്ത് ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചെറിയൊരു ക്യാപിറ്റൽ തന്നെ വെച്ച് നമുക്ക് യൂസ് ചെയ്ത് മോർണിംഗ് തന്നെ ട്രേഡ് എടുത്ത് ഇറങ്ങി. അപ്പോൾ മോർണിംഗ് ഏകദേശം 10 മണി അല്ലെങ്കിൽ 9:55 എൻ്റെ ഒരു ട്രേഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലും ഫിൻ നിഫ്റ്റിയിലുമാണ് ഞാൻ എടുത്തത്. ബാങ്ക് നിഫ്റ്റിയിൽ ഈ വരച്ച ട്രേഡിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം വെച്ചാൽ അവിടെ നിന്ന് നല്ലൊരു രീതിയിൽ CPRൻ്റെ റേഞ്ച് തന്നു, എൻ്റെ ഒരു റേഞ്ച് ഉണ്ടായിരുന്നു അവിടെ. ആ ഒരു റേഞ്ചിൽ തട്ടിയിട്ട് തിരിച്ച് വരുന്ന ടൈമിൽ ഞാൻ അവിടെ നിന്ന് ഈ ഒരു ക്യാൻഡലിൻ്റെ അവിടെ നിന്ന് കറക്റ്റായിട്ട് എൻ്റർ എടുക്കുകയും ചെയ്തു. കുറച്ച് ജസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ് ഇട്ട് അടുത്തൊരു ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ് എടുത്തത്. കറക്റ്റായിട്ട് എൻ്റർ കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എടുത്തത് ഒന്ന് ലൈറ്റായിട്ടാണ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു 5-6 പോയിൻ്റ് അല്ലെങ്കിൽ 10 പോയിൻ്റ് വ്യത്യാസത്തിലായിരിക്കും ചിലപ്പോൾ എൻ്റർ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു പോയിന്റിൽ എടുത്തു. വൃത്തിയായിട്ട് നല്ലൊരു എൻ്റർ തന്നെയായിരുന്നു, പക്ക എൻ്റർ തന്നെയായിരുന്നു. ഏകദേശം ഞാനൊരു ഇന്നത്തെ ലോ അല്ലെങ്കിൽ ഇന്നത്തെ ഓപ്പണിങ് അല്ലെങ്കിൽ ഇന്നത്തെ ലോ ആ റേഞ്ചിൽ ഉണ്ടായിരുന്നു. പ്ലസ് എൻ്റെ ഒരു ലൈൻ കൂടെ ഉണ്ടായിരുന്നു, സപ്പോർട്ട് ലൈൻ കൂടെ ഉണ്ടായിരുന്നു. അതിലൂടെ CPRൻ്റെ സപ്പോർട്ട് ലൈൻ ഉണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചത് ഏകദേശം ഓക്കെ എന്നാൽ ഈ ഒരു റേഞ്ചിൽ നമുക്ക് എൻട്രി എക്സിറ്റ് ആവുകയാണെങ്കിൽ അങ്ങനെ ആവാം എന്ന് വിചാരിച്ചു. ഇനി വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നത് നോക്കിയിട്ട് നമുക്ക് ഇറങ്ങാനുണ്ടായിരുന്നു. അപ്പം ഓക്കെ, കറക്റ്റായിട്ട് വന്നു. വീണ്ടും ഈ ഒരു റേഞ്ചിൽ താഴെ വന്നു. അതിന് ശേഷം മുകളിലോട്ട് പോയി. അപ്പം ഞാൻ ഏകദേശം ഈ ഒരു റേഞ്ചിൽ ഇവിടെ നിന്ന് എക്സിറ്റ് ആവുകയാണ് ചെയ്ത് ബാങ്ക് നിഫ്റ്റി. അതിനുശേഷം ഫിൻ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റി എല്ലാം സെയിം തന്നെയാണ്. മേലോട്ട് പോയി അതിനുശേഷം വീണ്ടും താഴോട്ട് വന്നു. താഴോട്ട് വരുന്ന കൺഫർമേഷൻ വരുന്ന ടൈമിൽ ഞാൻ നേരെ ഫിൻ നിഫ്റ്റിയിൽ ഒരു എൻട്രി കൂടെ എടുക്കുകയാണ് ചെയ്തത്. കറക്റ്റായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു റേഞ്ചിൽ വന്നു. ഏകദേശം വീണ്ടും ഈ ഒരു ക്യാൻഡിൽ വീണ്ടും ഇത്രയും വീക്ക് വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു. ഏകദേശം ഇവിടെ നിന്നാണ് ഞാൻ എൻട്രി എടുത്തത്. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു. വീണ്ടും താഴോട്ട് വന്നു. അത് വീണ്ടും മുകളിൽ പോകുന്നുണ്ടായിരുന്നു. ഈ ഒരു റേഞ്ചിൽ സപ്പോർട്ട് എടുത്ത ടൈമിൽ ഞാൻ എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ അതുപോലെ 2 എൻട്രിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ സ്ക്രീൻഷോട്ടിൽ കണ്ടിട്ടുണ്ടാകും. 2 ഫിൻ നിഫ്റ്റിയിൽ ഒരു എൻട്രി, നിഫ്റ്റിയിൽ ഒരു എൻട്രി. അപ്പം നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി. അപ്പം ബാങ്ക് നിഫ്റ്റി 2 വെച്ചിട്ട് ചെയ്തത്. അതും ഔട്ട് ഓഫ് ദ മണിയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ട്. ഫുൾ ക്യാപിറ്റലൊന്നും യൂസ് ചെയ്തില്ല. ചെറിയൊരു ക്യാപിറ്റൽ യൂസ് ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്തു. ഏകദേശം 30%, 40% എടുത്ത് പ്രോഫിറ്റ് എടുത്തു. അതിനുശേഷം വീണ്ടും ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം ഒരു ബാങ്ക് നിഫ്റ്റിയൊക്കെ ഏകദേശം 300 റുപ്പീസിൻ്റെ ആ ഒരു റേഞ്ചിനുള്ളിൽ കളിക്കുക. നിഫ്റ്റി 100 റുപ്പീസിൻ്റെ 100-150 ഉള്ളിൽ ആ ഒരു റേറ്റിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെ അങ്ങോട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നല്ല ഒരു എൻട്രി പക്ക മോർണിംഗ് തന്നെ ഒരു പക്ക എൻട്രി കിട്ടിയതുകൊണ്ട് പിന്നെ എനിക്ക് വൈകുന്നേരം വരെ ഒന്നും നോക്കേണ്ടി വന്നില്ല. മാർക്കറ്റ് ഞാൻ എപ്പോഴാണ് പിന്നെ നോക്കുന്നത്. അപ്പോൾ 2 ദിവസമായിട്ട് ട്രേഡിങ്ങും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇന്നാണ് നോക്കി 2 ദിവസമായിട്ട് നല്ല ട്രേഡിങ് ആയാലും ഇന്ന് മിനിങ്ങാന്നാണ് പിന്നെ ഒരു എൻട്രി എടുത്തത്. ഞാൻ ഇവിടെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തതും എൻട്രി എടുത്തത് ലാസ്റ്റ് വെച്ചിട്ടാണ് ഒരു എൻട്രി എനിക്ക് കിട്ടുന്നത്. നല്ല രീതിയിൽ മൂവ്മെൻറ്റ് വന്നു. എനിക്ക് ഏകദേശം ഈ ഒരു റേഞ്ചിൽ ഞാൻ എക്സിറ്റ് അത് ഡബിളാണ്. പക്ഷേ ഞാനൊന്നും വീഡിയോ ഇട്ടിട്ടുണ്ടായില്ല. എനിക്ക് 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ചെറിയൊരു വീഡിയോ എടുക്കേണ്ട ഒരു സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ട്രാവലിങ്ങും അങ്ങനെ ഓട്ടത്തിലായതുകൊണ്ട് വീഡിയോ എടുക്കുന്ന ട്രേഡിംഗ് ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഏകദേശം ഇന്നലത്തെ മിനിങ്ങാന്നത്തെ എൻട്രി കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്നലെയും ഏകദേശം ഒരു സൈഡിലേക്ക് എൻട്രി എടുത്തു ഉണ്ടായിരുന്നു. ഇന്ന് ഒരു സൈഡിലേക്ക് ഒരു എൻട്രി എടുത്തു. രാവിലെ തന്നെ എടുത്ത് കഴിഞ്ഞു ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണ്, എനിക്ക് കുറേ ട്രേഡ് എടുത്ത് ഒറ്റ ദിവസം തന്നെ നിറയെ ഉണ്ടാക്കിയിട്ട് എല്ലാ ദിവസവും നിറയെ ഉണ്ടാക്കാനുള്ള സ്കീമൊന്നും ഇല്ല ഇപ്പോൾ. അപ്പോൾ എപ്പോഴും ഞാൻ നോർമലായിട്ട് ഒരു ട്രേഡ് എടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഇറങ്ങും. രണ്ടാമത്തെ ഒരു എൻട്രി, അത്രയും നല്ലൊരു എൻട്രി ഉണ്ട് എടുക്കാമെന്നുള്ള ഏതെങ്കിലും അപൂർവ ദിവസങ്ങളിലേ എടുക്കുകയുള്ളൂ. 2 എൻട്രി 3 എൻട്രി ഒക്കെ. അപ്പോൾ സിമ്പിളായിട്ട് ചെറിയ പ്രോഫിറ്റ് എടുക്കും. ചെറുതിൽ അത്യാവശ്യം ഒരു 1:2 എങ്കിലും റേഷ്യോയിൽ ഒരു പ്രോഫിറ്റ് എടുക്കും. ഞാൻ അതല്ല എൻട്രി പോയിന്റിൽ തന്നെ ഇറങ്ങിയാലും കുഴപ്പമില്ലാത്ത രീതിയിൽ എടുക്കും, ഇറങ്ങും. ഏകദേശം ലോസ് വന്നാലും പ്രോഫിറ്റ് ഉണ്ടാക്കിയതിൻ്റെ ഒരു 1/3 ആ റേഞ്ചിൽ പോകുന്ന പോലെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ സുഖമായിട്ട് എടുക്കുക, ഇറങ്ങുക, ടെൻഷനില്ലാതെ ട്രേഡ് എടുക്കുക, ഇറങ്ങുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി നാളെ കാണാം.
താങ്ക് യു. നാളെ ഇല്ല, ഇനി മൺഡേ കാണാം. താങ്ക് യു.